സിനിമ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു ആൾക്കാരെ ഇവിടെ കണ്ടിട്ട്? തള്ളി കയറല്ലേ? അല്ലേ എന്താ പറയും? പ്രേക്ഷകരുടെ റെസ്പോൺസ് ഇതാണെങ്കിൽ ഉറപ്പായിട്ട് നാട്ടിലും സംഘവും ഒരു മരവും റസീലൊക്കെ ഉണ്ട്. ഞങ്ങളുടെ സോഷ്യൽ സ്റ്റേഷനിലെ ജോജി സാറുണ്ട്. ഒരുപാട് സന്തോഷം. രണ്ട് റൈറ്റേഴ്സ് ചോദ്യത്തിലുണ്ട്. അപ്പൊ താങ്ക് യു. ഭയങ്കര രസമായിരുന്നു, കണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആയിരുന്നു കാണാനായിട്ട്. ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള നമുക്ക് ആ പോലീസ് ഇതൊക്കെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ഫിലിമാണ്. ജിസേട്ടൻ്റെ സിനിമ ആയതുകൊണ്ട് ഭയങ്കര അത്ഭുതവും സന്തോഷമൊക്കെ ഉണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അഭിനയിച്ച പടമല്ലേ? നല്ല പടമല്ലേ? നിങ്ങൾ കണ്ട പടം കണ്ടോ? കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയാം. അതല്ല നല്ല പടമാണ്. ഒരു മത്സര അഭിനയം കാണാം.
ബിജുമേൻ്റെ ആസ്തി. എൻ്റെ ക്യാരക്ടർ ഒത്തിരി ചെറിയ നെറ്റി ടച്ചുള്ള ക്യാരക്ടറാണ്. ഞാൻ പിന്നെ എന്താ ബിജുവിൻ്റെ കൂടെ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. നേരത്തെ അറിയാവുന്ന ആൾക്കാരില്ലേ, അതുകൊണ്ട് മാൻ ഓഫ് ദ മാച്ച്. ഈ സിനിമയെ ഇത്രയും പാക്ക് ചെയ്ത് അമ്മയാണ് ഞങ്ങളുടെ എഡിറ്റർ ഉണ്ടോ? ഒരു മിനിറ്റ് ഈ സിനിമ ഈ പരുവത്തിലാക്കിയതിൽ ഏറ്റവും വലിയ പങ്കുള്ള ആളാണ് ഞങ്ങളുടെ എഡിറ്റർ സൂരജ്. ഒരു ത്രില്ലർ സിനിമയ്ക്ക് എപ്പോഴും വേണ്ടത് ആളുകൾ സിനിമയിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു സമയം കൊടുക്കരുത്, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സത്യമായിട്ടും ഈ എഡിറ്ററാണ്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വളരെ അഭിമാനത്തോടെ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ എഡിറ്റർ സൂരജ്. ഒന്ന് സൈഡ് മാർക്ക് കൊടുക്കും. ഫോണോടെ അമ്മ നോക്കി ഇവിടെ ബിജുചേട്ടൻ്റെ കൂടെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് സിനിമകൾ ചെയ്തു. ആദ്യം സുഹൃത്തായിട്ട് ചെയ്തു, പിന്നെ മകനായിട്ട് ചെയ്തു, ഇപ്പോൾ സഹപ്രവർത്തകനായിട്ട് ചെയ്തു. ഇപ്പോഴും ബിജുചേട്ടൻ്റെ കൂടെ സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു സുഹൃത്തിൻ്റെ സ്പേസ് എനിക്ക് തരാറുണ്ട്. പിന്നെ മലയാള സിനിമയിൽ എന്താ പറയുക, ഒരു കറകളഞ്ഞ പോലീസ് ഓഫീസറാണ് ബിജു മേനോൻ. അപ്പോൾ അദ്ദേഹം ഒരു പോലീസ് സിനിമ ചെയ്യുമ്പോൾ അത് വെറുതെ ആവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സിനിമയുടെ തലവൻ അദ്ദേഹമാണ്. താങ്ക് യു.